شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങിയത് സൂറത്തുൽ ഖിയാമ ആണ്. പരിശുദ്ധ ഖുർആനിലെ 75-ാമത്തെ സൂറ. ഇതിനെക്കുറിച്ചുള്ള പ്രാഥമികമായ ചില വിവരങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനു മുമ്പ് പരിശുദ്ധ ഖുർആനിലെ ക്ലാസിഫിക്കേഷനുകളെക്കുറിച്ച് പറഞ്ഞു, ഹിസ്ബുകളെക്കുറിച്ച്, ജുസ്ഉകളെക്കുറിച്ച്, ഖുർആനിൽ തന്നെ സൂറത്തുകളെ ത്വയ്വാൽ, മിഈൻ, മസാനി, അതുപോലെ തന്നെ മുഫസ്സൽ എന്നീ വിഭാഗങ്ങളായി തിരിച്ചതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി നമുക്ക് പറയാം. ഈ സൂറയിൽ ആകെയുള്ളത് 40 ആയത്തുകളാണ്, 164 പദങ്ങളാണ്, 664 അക്ഷരങ്ങളും ആണ്. എന്താണ് ഈ സൂറയുടെ പേര്? അൽ ഖിയാമ, അല്ലേ? സൂറത്തുൽ ഖിയാമ. ഖിയാമ എന്ന് പറഞ്ഞാൽ അന്ത്യനാൾ എന്നത് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. ഈ അന്ത്യനാൾ അല്ലെങ്കിൽ യൗമുൽ ഖിയാമ കൊണ്ട് സത്യം ചെയ്താണ് ഈ സൂറത്ത് അല്ലാഹു തആല ആരംഭിക്കുന്നത് തന്നെ. അതുകൊണ്ടാണ് ഈ സൂറക്ക് ഈ പേരു ലഭിച്ചത്. അന്ത്യനാളിനെയും അതുപോലെ തന്നെ സ്വന്തത്തെ ആക്ഷേപിക്കുന്ന മനുഷ്യ ആത്മാവിനെയും പിടിച്ച് സത്യം ചെയ്ത് മനുഷ്യന്റെ എല്ലുകളെ മരണശേഷം വീണ്ടും അള്ളാഹു ഒരുമിച്ച് കൂട്ടാൻ കഴിവുള്ളവനാണ് എന്ന് ഈ സൂറത്ത് ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യ ഭാഗങ്ങളിൽ ഈ സൂറ പറയുന്നത് അതാണ്. മനുഷ്യനെ രണ്ടാമതും എല്ലുകളൊക്കെ നുരുമ്പിപ്പോയതിനു ശേഷം പുനർജനിപ്പിക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ്. അതിന് സത്യം ചെയ്ത് പറഞ്ഞത് അന്ത്യനാൾ കൊണ്ടും അതുപോലെ തന്നെ മനുഷ്യന്റെ ആത്മാവിനെ കൊണ്ടും, മനുഷ്യനെ സദാ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ആത്മാവിനെ കൊണ്ടും സത്യം ചെയ്തു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസിയായിരുന്ന അദി ഇബ്നു റബീഅ ഒരിക്കൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് അന്ത്യനാളിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിശദമായി വിശദീകരിച്ചു കൊടുത്തപ്പോൾ അദി പറഞ്ഞത്രേ, ആ ദിവസത്തെ നേരിൽ കണ്ടാൽ പോലും നിങ്ങൾ ഈ പറഞ്ഞത് ഞാൻ വിശ്വസിക്കൂല. നേരിൽ കണ്ടാൽ പോലും ഞാൻ വിശ്വസിക്കൂല. എന്തപ്പം നിങ്ങൾ ഈ പറയണത്? അള്ളാഹുവിന് എല്ലുകളെ ഒരുമിച്ച് കൂട്ടാൻ കഴിയുമെന്നോ? അത് നുരുമ്പിപ്പോയതിൻ്റെ ശേഷം എല്ലുകളെ രണ്ടാമത് ഒരുമിച്ച് കൂട്ടാൻ റബ്ബിന് കഴിയുമെന്നോ? നേരിൽ കണ്ടാൽ പോലും ഞാൻ ആ ദിവസം വിശ്വസിക്കൂല. അതിന് മറുപടി എന്നോണമാണ് തുടർന്നുള്ള ആയത്തുകളൊക്കെ അവതരിച്ചത് എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദമായി പഠിക്കാം. ചെറിയ ആയത്തുകളിലൂടെ എത്ര കഠിന ഹൃദയമുള്ള ആൾക്കും ഒരു ഇളക്കം തട്ടുന്ന രീതിയിൽ വളരെ ഹൃദയസ്പർശിയായി മനുഷ്യന്റെ മരണത്തെക്കുറിച്ച്, അന്ത്യനാളിനെക്കുറിച്ച്, അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചൊക്കെ ഈ സൂറത്ത് സംസാരിക്കുന്നുണ്ട്. വളരെ ചെറിയ ആയത്തുകളാണ്, പക്ഷേ ആ ആയത്തുകൾ മനസ്സിൽ കൊള്ളുന്ന ആയത്തുകളാണ്. പ്രത്യേകിച്ച് മരണത്തെക്കുറിച്ച് പറയുന്ന ഭാഗമൊക്കെ. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ ഓതി കേൾപ്പിക്കുമ്പോൾ ആ വഹ്യ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ധൃതിപ്പെട്ട് ഓതുവാൻ അവിടെ നിന്ന് ശ്രമിച്ചിരുന്നു. നമ്മൾ മുമ്പൊരു സൂറത്തിൽ ആ വിഷയം പഠിച്ചിട്ടുണ്ട്. എന്തിനാങ്ങനെ ധൃതിപ്പെട്ട് ഓതുന്നത്? ഏതെങ്കിലും വാക്ക് മറന്നു പോകുമോ എന്ന് പേടിച്ചിട്ടാണ് ഉടനടി മനഃപ്പാടമാക്കുവാനായി അങ്ങനെ ചെയ്തിരുന്നത്. പക്ഷേ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നും ഓതി കേൾപ്പിക്കുമ്പോൾ അത് ശ്രദ്ധാപൂർവം കേൾക്കണമെന്നും നിർദ്ദേശിക്കുന്ന ആയത്തുകളും ഈ സൂറയിൽ ഉണ്ട്. നമ്മൾ ഈ സൂറത്തിൻ്റെ ഉള്ളടക്കമാണ് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് ഈ സൂറത്തിൻ്റെ ഉള്ളടക്കം. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ സൂറത്തിലേക്ക് കടക്കുകയാണ്. ആ സൂറ നമുക്കൊന്ന് പാരായണം ചെയ്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമത്തി വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അൻ ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ نسوي بنانه بل يريد الإنسان ليفجر أمامه يسأل أيان يوم القيامة
فإذا برق البصر وخسف القمر وجمع الشمس والقمر يقول الإنسان يومئذ أين المفر كلا لا وزر إلى ربك يومئذ المستقر ينبأ الإنسان يومئذ بما قدم وأخر بل الإنسان على نفسه بصيرة ولو ألقى معاذيره لا تحرك به لسانك لتعجل به إن علينا جمعه وقرآنه فإذا قرأناه فاتبع قرآنه ثم إن علينا بيانه كلا بل تحبون العاجلة وتذرون الآخرة وجوه يومئذ ناظرة إلى ربها ناظرة ووجوه يومئذ باسرة تظن أن يفعل بها فاقرة كلا إذا بلغت التراقي وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق فلا صدق ولا صلى ولكن كذب وتولى ثم ذهب إلى أهله يتمطى أولى لك فأولى ثم أولى لك فأولى أيحسب الإنسان أن يترك سدى ألم يكن نطفة من مني يمنى ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى صدق الله العلي العظيم بلى يا رب. സൂറത്ത് പാരായണം ചെയ്തത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. തജ്വീദുകൾ അനുസരിച്ച് പരമാവധി പരിശുദ്ധ ഖുർആൻ നന്നായി പാരായണം ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. അള്ളാഹു സഹായിക്കട്ടെ, ആമീൻ. ഒന്നാമത്തെ ആയത്ത് നമുക്ക് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ. പുനരുത്ഥാന ദിനം കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു, അന്ത്യനാൾ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു. ലാ ഉഖ്സിമു, അല്ലേ? ലാ ഉഖ്സിമു എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം ഞാൻ സത്യം ചെയ്യുന്നില്ല എന്നല്ല, സത്യം ചെയ്യുന്നു എന്നു തന്നെയാണെന്ന് മുമ്പ് ചില സൂറകൾ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം പ്രയോഗങ്ങൾ വരുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ ഒന്നും കൂടെ നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞു നോക്കാം. സത്യത്തിൽ ഉഖ്സിമു എന്ന ക്രിയക്ക് ഞാൻ സത്യം ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ ശബ്ദം ചെയ്തു പറയുന്നു എന്നാണ് അർത്ഥം പറയുന്നത്. ഇവിടെ ലാ എന്ന് ചേർന്ന് വരുന്നു. ശരിക്കും ഉഖ്സിമു എന്ന് പറഞ്ഞാലാണ് ഞാൻ സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ. ലാ ഉഖ്സിമു എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്ക് തോന്നുന്ന ഞാൻ സത്യം ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ്. കാരണം ലാ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നല്ല അർത്ഥം. ഇവിടെ മുഫസ്സിരീങ്ങളുടെ പറഞ്ഞ അഭിപ്രായം നമ്മൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കിത് കൃത്യമായി ഉൾക്കൊള്ളാനാവും. ഇല്ല അല്ലെങ്കിൽ അല്ല എന്ന നിഷേധാർത്ഥത്തിൽ അല്ലെങ്കിൽ അരുത് അല്ലെങ്കിൽ വേണ്ട എന്ന നിരോധാർത്ഥത്തിലൊക്കെ ഉപയോഗപ്പെടുന്ന ഒരു പദമാണ് ലാ എന്നത്. ഇവിടെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മറ്റു സ്ഥലങ്ങളിൽ ലാ ഉഖ്സിമു എന്ന് പറയുന്നത് പിന്നീട് പറയാനിരിക്കുന്ന കാര്യങ്ങളെ സത്യം മുഖേന ബലപ്പെടുത്തി കാണിക്കാൻ വേണ്ടിയാണ് എന്നതിൽ ആർക്കും സംശയവും ഇല്ല. അതാണ് അവിടെ അടിസ്ഥാനപരമായി അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ അല്ലെങ്കിൽ വേറെ പരിശുദ്ധ ഖുർആനിൽ എവിടെയും ഈ ലാ എന്നത് ഉഖ്സിമു എന്നതിനോട് ചേർത്ത് പറയുകയാണെങ്കിൽ അവിടെ ഉദ്ദേശം എന്താണ്? അതിനുശേഷം പറയുന്ന കാര്യങ്ങളെ ഈ സത്യം കൊണ്ട് ബലപ്പെടുത്തി പറയാൻ, തഅ്കീദിനു വേണ്ടി, ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുക. ഈ ഒരു ലാ കൊണ്ടുവന്നതിൻ്റെ ആവശ്യം എന്താണ് എന്നാണ് ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത്. എന്തിനാപ്പോൾ ഇവിടെ ലാ കൊണ്ടുവന്നത്? അത് നമ്മൾ ഈ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ പ്രധാന മറുപടി. തഅ്കീദിന് വേണ്ടി കൊണ്ടുവന്നതിന് അതങ്ങനെ പ്രയോഗമുണ്ട്. അതാണ് ഒന്നാമത്തെ അഭിപ്രായം. മുഫസ്സിരീങ്ങൾ പറയുന്ന ഒന്നാമത്തെ അഭിപ്രായം അതാണ്. സത്യത്തെ ഊന്നി ബലപ്പെടുത്താൻ വേണ്ടി, തഅ്കീദുൽ ഖസമിന് വേണ്ടിയാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. ഇതൊരു സാഹിത്യ പ്രയോഗമാണ്. അതായത് സാധാരണ അറബികൾക്കിടയിൽ അറബി ഭാഷയിൽ ഇങ്ങനെ ഒരു സാഹിത്യ പ്രയോഗം തന്നെയുണ്ട്. സത്യത്തെ അതിനുശേഷം വരുന്ന കാര്യങ്ങളെ പറഞ്ഞു ബലപ്പെടുത്താൻ വേണ്ടി ഈ ഇത്തരം പദങ്ങൾക്ക് മുമ്പ് ലാ എന്ന് ഉപയോഗിക്കുന്നൊരു ശൈലിയുണ്ട്. അത് തഅ്കീദിന് വേണ്ടിയാണ്. അപ്പോൾ അതിനാണ് ഇങ്ങനെ ചേർക്കുന്നത്. അപ്പോൾ അതിനർത്ഥം എന്ത് വരാം? നിശ്ചയമായും ഞാൻ സത്യം ചെയ്യുന്നു എന്നതിനർത്ഥം കൽപ്പിക്കാം. ഇവിടെ ഇങ്ങനെ തഅ്കീദിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ ഈ ലാ എന്നതിൻ്റെ
മഹല്ല് എന്താണ്? അറബി ഭാഷയിൽ വ്യാകരണ ശാസ്ത്രപ്രകാരം എന്താ അതിൻ്റെ മഹല്ല്? അതിനൊരു സ്ഥാനം ഉണ്ടാവുമല്ലോ. അറബി ഭാഷയിൽ ഓരോന്നിനും ഫെയിലുണ്ടാവും, ഫായിലുണ്ടാവും, മഫ്ഊലുണ്ടാവും, മുബ്തദ ഉണ്ടാവും, ഖബർ ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മുദാഫ് ഇലൈഹി എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവണം. ഈ ലാ എന്നതിന് എന്താണ് അതിൻ്റെ ഒരു ഇറാബിയായ മഹല്ല്, അല്ലെങ്കിൽ അതിൻ്റെ വ്യാകരണ പ്രകാരമുള്ള സ്ഥാനം എന്താണ്? അങ്ങനെ നോക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് സ്ഥാനം ഒന്നും ഇല്ല എന്ന് കണ്ടെത്താം. അതുകൊണ്ട് തന്നെ ഈ ലാ എന്നത് സായിദയാണ് എന്നാണ് മുഫസ്സിരിങ്ങൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ ഈ തഅക്കീദിന് വേണ്ടി അധികമായി കൊണ്ടുവന്നതാണ് എന്ന്. ലാ എന്നത് അധികമായി കൊണ്ടുവന്നതാണ്, സായിദയാണ്. പ്രത്യേകമായി അതിന് വ്യാകരണ ശാസ്ത്രപ്രകാരം അല്ലെങ്കിൽ വ്യാകരണ ദൃഷ്ട അതിനൊരു മഹല്ല്, ഒരു സ്ഥാനം കൽപ്പിക്കാനില്ല, അത് സായിദയാണ്. പക്ഷേ ഇങ്ങനെ സായിദയായി വരുന്ന അല്ലെങ്കിൽ അതായത് അധികമായി ചേർക്കപ്പെടുന്ന പല പദങ്ങളും അത് സാഹിത്യശാസ്ത്രത്തിൽ അല്ലെങ്കിൽ അലങ്കാര ശാസ്ത്രത്തിൽ ഇതുപോലെയുള്ള ചില അർത്ഥ സൂചനകൾക്ക് വേണ്ടി കൊണ്ടുവരിക എന്നത് സാധാരണമാണ്. ഇപ്പോൾ തഅക്കീദിന് വേണ്ടി, ശക്തിപ്പെടുത്താൻ വേണ്ടി, ശക്തി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പറയും. വേറെയും ചില അർത്ഥങ്ങൾക്ക്, ചില ആലങ്കാരിക പ്രയോഗങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സാഹിത്യ പ്രയോഗങ്ങൾക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെ സായിദയായി കൊണ്ടുവരാറുണ്ട്. അത് ഭാഷയിലെ ഒരു ശൈലിയാണ്. പരിശുദ്ധ ഖുർആനിൽ ഇതുപോലെ ധാരാളം ഉദാഹരണങ്ങൾ കാണാം. ഈ ഒരു സത്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാതെ പരിശുദ്ധ ഖുർആനിൽ ചില അധികമായ അക്ഷരങ്ങൾ അർത്ഥമില്ലാതെ വന്നിട്ടുണ്ട് എന്ന് ആക്ഷേപിക്കുന്ന ചില ആളുകളുണ്ട്. നമ്മൾ ലാ എന്നത് സായിദയാണെന്ന് പറയുമ്പോൾ ഖുർആനിൽ സായിദയായ അക്ഷരങ്ങളോ ഒരർത്ഥമില്ലാതെ വെറുതെ അധികമായി വന്ന അക്ഷരങ്ങളോ എന്ന് പറഞ്ഞിട്ട് അതിനെ ആക്ഷേപിക്കുന്ന ചില ആളുകൾ, ഖുർആനിൽ ചില പദങ്ങൾ അർത്ഥമില്ലാതെ അനാവശ്യമായി ഉപയോഗിച്ചു എന്ന് പറയുന്ന ചില വിവരദോഷികളുണ്ട്. അവരെ കുറിച്ച് നമ്മൾ പറയാൻ പാടില്ല. അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ ചില പരിശുദ്ധ ഖുർആനിനെതിരെ ആക്ഷേപിക്കുന്ന ചില ആളുകളുണ്ട്. ചില സ്ഥാപിത താല്പര്യക്കാർ ഈ തക്കം ഉപയോഗപ്പെടുത്തി പല മഹാന്മാരായ മുഫസ്സിരീങ്ങളെയും പണ്ഡിതന്മാരെയും ഒക്കെ ഇടിച്ച് താഴ്ത്തി കാണിക്കാനും ഇവരിത്തരം കുറ്റ ആരോപണങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഇത് സായിദ എന്ന് പറഞ്ഞാൽ അത് ഒരു അർത്ഥമില്ലാത്ത പദം എന്നല്ല ഇതിനർത്ഥം. അത് ഭാഷയിൽ അല്ലെങ്കിൽ സാഹിത്യത്തിൽ അത് ആലങ്കാരിക പ്രയോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് സർവ്വസാധാരണമാണ്. അതാണ് ഇവിടെയും ഉദ്ദേശിച്ചത്. ശേഷം പറയുന്ന കാര്യം തഅക്കീദ് ചെയ്ത് പറയാൻ വേണ്ടി പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ കാണാം. ഇതാണ് ലാ ഉഖ്സിമു എന്നതിലെ ലായെക്കുറിച്ചുള്ള ഒന്നാമത്തെ അഭിപ്രായം. ഇനി രണ്ടാമത്തെ അഭിപ്രായം, ലാ ഉഖ്സിമു എന്ന ആയത്ത് അത് ലാ എന്നത് ഒന്നും ഉഖ്സിമു എന്നത് മറ്റൊന്നുമാണ്, വെവ്വേറെ വാക്യങ്ങളാണ്. ഇതാണ് രണ്ടാമത്തെ അഭിപ്രായം. അപ്പൊ എന്താ അർത്ഥം? ലാ അല്ല. എന്തല്ല? കാര്യം നിങ്ങൾ പറഞ്ഞതുപോലെയല്ല. എന്നിട്ട് ഇനി പിന്നെ വേറെ പറയാണ്, ഉഖ്സിമു ഞാൻ സത്യം ചെയ്ത് പറയുന്നു. ഇനി ബാക്കി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ സത്യം ചെയ്ത് പറയാണ്. അപ്പൊ ഇവിടെ സൂറത്തുൽ ഖിയാമയിൽ മുശ്രിക്കീങ്ങൾ കാര്യമായി നിഷേധിച്ചത് പുനരുത്ഥാനത്തെയാണ്, പുനർജന്മത്തെയാണ്. അപ്പൊ അവർ നിഷേധിച്ചു കൊണ്ടിരുന്ന ആ കാര്യം അല്ലാഹു തആല പറയണ, ലാ നിങ്ങൾ നിഷേധിച്ചതുപോലെ, നിങ്ങൾ പറഞ്ഞതുപോലെ ഒന്നുമല്ല കാര്യങ്ങൾ. ഇനി ഉഖ്സിമു ഞാൻ സത്യം ചെയ്ത് പറയട്ടെ, അത് വേറെ പറയാണ്. നിങ്ങൾ ധരിച്ചതുപോലെ അല്ല കാര്യം, അത് ഇന്ന പ്രകാരമാണ് എന്ന് ഞാൻ ഇതാ സത്യം ചെയ്ത് പറയുന്നു എന്ന് സാരം. അപ്പോൾ മനസ്സിലായല്ലോ. ഇതാണ് രണ്ടാമത്തെ അഭിപ്രായം. ലാ എന്നത് ഒരു കലിമത്തും ഉഖ്സിമു എന്നത് മറ്റൊരു കലിമത്തും വെവ്വേറെ പറഞ്ഞതാണ്, വെവ്വേറെ അതിനർത്ഥം കൽപ്പിക്കണം. അപ്പോൾ രണ്ടഭിപ്രായങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി മൂന്നാമത്തെ അഭിപ്രായം, ലാ ഉഖ്സിമു എന്ന വാക്യത്തിന് അതിൻ്റെ പ്രത്യക്ഷ രൂപത്തിലുള്ള അർത്ഥം തന്നെ കൊടുക്കുക. എന്താ അർത്ഥം? ഞാൻ സത്യം ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ കൊടുക്കാം. മൂന്നാമത്തെ ഒരു അഭിപ്രായം അതാണ്. അങ്ങനെ തന്നെ അഭിപ്രായം കൊടുക്കാം, അങ്ങനെ തന്നെ അർത്ഥം കൊടുക്കാം. എങ്ങനെ? ഞാൻ സത്യം ചെയ്യുന്നില്ല. അപ്പം എന്താ അതിൻ്റെ അവിടെ ആശയം? എന്താ അർത്ഥം? അതായത് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം സത്യം ചെയ്ത് പറയേണ്ടുന്ന ആവശ്യമില്ലാത്ത വണ്ണം അത്രയും സ്പഷ്ടമാണ് എന്ന് താല്പര്യം. മനസ്സിലായോ? ഞാൻ സത്യം ചെയ്ത് പറയുന്നില്ല എന്നതിന് അർത്ഥം വെക്കുക. അന്നേരം എന്താ ആശയം കൊടുക്കുക? ഇനി ഞാൻ ശേഷം പറയാൻ പോകുന്ന കാര്യം സത്യം ചെയ്ത് പറയേണ്ട കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ സത്യം ചെയ്യണില്ല. അതല്ലാതെ തന്നെ എല്ലാവർക്കും ഉറപ്പാണ്. നമ്മുടെ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ പറയില്ലേ, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട, ഞാൻ പറയണില്ല. എന്നതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ഭയങ്കരമാണ്. ഞാൻ പറയാതെ തന്നെ കാര്യങ്ങൾക്ക് അറിയാം, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട, ഞാൻ പറയണില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ. എന്നതുപോലെയുള്ള പ്രയോഗമാണ് ഇവിടെ. ഞാൻ സത്യം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇനി പറയാൻ പോകുന്ന കാര്യം വ്യക്തമാണ് എന്നർത്ഥം. നാലാമതൊരു അഭിപ്രായം കൂടിയുണ്ട്. സാധാരണ വായനയിൽ സാധാരണ നമ്മൾ ഓതുമ്പോൾ ലാ ഉഖ്സിമു എന്നാണ് പറയാറുള്ളത്. പക്ഷേ ഇവിടെ ലാ എന്ന് നീട്ടാതെ ല ഉഖ്സിമു എന്ന ഒരു ഖിറാഅത്തുണ്ട്. അങ്ങനെ ഒരു പാരായണമുണ്ടത്രേ. നീട്ടാതെ തന്നെ ലാ എന്ന മദ്ദ് കൂടാതെ തന്നെ പാരായണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? നിശ്ചയമായും ഞാൻ സത്യം ചെയ്യുന്നു. ല ഉഖ്സിമു,
ല ഉഖ്സിമു, നിശ്ചയമായും ഞാൻ സത്യം ചെയ്യുന്നു. അതാണ് നാലാമത്തെ അഭിപ്രായം. ലാ ഉഖ്സിമു എന്ന് നീട്ടി പറയാതെ ല ഉഖ്സിമു എന്നൊരു ഖിറാഅത്തും ഇവിടെയുണ്ട്. അപ്പോൾ നിശ്ചയമായും ഞാൻ സത്യം ചെയ്യുന്നു എന്നർത്ഥം വരും. ഏതായാലും ഇതാണ് ഈ 4 അഭിപ്രായങ്ങൾ ഈ ലാ എന്ന പദത്തെക്കുറിച്ചുള്ള. അത് കൃത്യമായി മനസ്സിലാക്കുക. ഏതായാലും ഈ പറയപ്പെട്ട 4 അഭിപ്രായങ്ങളിൽ ഏതു നമ്മൾ ശരിവെച്ചാലും ശരി, വാക്കാർത്ഥം എങ്ങനെ കൊടുത്താലും ശരി, ആ വാക്യത്തിൻ്റെ ഉദ്ദേശം തുടർന്നു പറയുന്ന കാര്യത്തെ ഈ സത്യവാക്യം മുഖേന ബലപ്പെടുത്തി സ്ഥാപിക്കലാണ് എന്നത് തീർച്ചയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി 2ാമത്തെ ആയത്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.